ഇതാണ് വെണ്ടക്കയും മാങ്ങയും കായും ചേർത്തിട്ടുള്ള ഒഴിച്ചുകറി. റെസിപ്പിക്ക് വീഡിയോ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പല ഒഴിച്ചുകറികളും നമ്മൾ ഈ ചാനലിൽ തന്നെ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് ഇത്. ഒരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സവോള ഇട്ടു. സവോള ഒന്ന് എളുപ്പം മൂത്ത് വരുന്നതായിട്ട് നമ്മൾ 1 സ്പൂൺ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നീടിടാം. സവോള ഒന്ന് വഴന്ന് വരണം. ഉള്ളി ഒന്ന് വഴന്ന് നിന്നു. നിറം മാറൊന്നും വേണ്ട, ഒന്ന് വഴന്നാൽ മതി. അതിലേക്ക് ഒരു 2-3 വെണ്ടക്കായ അരിഞ്ഞു. വെണ്ടയ്ക്ക ഒന്ന് നോക്കണം. അധികം വെണ്ടക്കായ ഇടുന്നത് കറിയുടെ മൊത്തം ടേസ്റ്റിനെ ബാധിക്കും. ഇതൊരു സാമ്പാറല്ല, ഒരു പുളിങ്കറിയുടെയൊക്കെ ആ ഒരു ശൈലിയിലുള്ള കറിയാണ്. അപ്പം അതുകൊണ്ട് വെണ്ടക്കായ അധികം ഇടണ്ട. ഒരു 2-3 വെണ്ടക്കായ മതിയാവും. വെണ്ടക്കായ ഒന്ന് മൂത്ത് വന്ന് തുടങ്ങി അതിൻ്റെ മണമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ചെറിയ മാങ്ങ, ഒരു 3 പച്ചമുളക് നീളത്ത് കഴിഞ്ഞത് കൂടി ഇട്ടു. ഈ മാങ്ങ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. വെന്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം വന്ന് ഇറങ്ങുകയും ചെയ്യും. അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ എരിവും ഒക്കെ അതിലേക്കൊന്ന് പിടിക്കുന്നു. ചെറിയൊരു പുളിയും ഉണ്ടാകും. ഈ മാങ്ങയുടെ പുളിയാണ് പ്രധാനമായിട്ടും ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കഴിയും. അതൊന്ന് വെന്ത് വന്നു. നമുക്ക് ഇതിനകത്തേക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ വെണ്ടക്കായും ഈ മാങ്ങയൊക്കെ മൂത്ത ഒരു മണം വരും. ഒന്ന് ഇളക്കുക. നിങ്ങളുടെ കയ്യിൽ മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ ഈ സമയത്ത് മുരിങ്ങക്കായ ചേർക്കാം. നിർബന്ധമുള്ള കാരണമല്ല, നമുക്ക് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് പൊടികളെ ചേർക്കാം. ആദ്യം വേണ്ടത് ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, രണ്ട് സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 സ്പൂണ് ചേർത്താൽ മതി. കാരണം ഇത് പ്രധാനമായും എരിവല്ല ഉപയോഗിക്കുന്നത്. കാശ്മീരി മുളക് പൊടി ഞാൻ ചേർക്കുന്നതാണ് നല്ലത്. കാരണം ഇത് എൻ്റെ ഒരു കളറിന് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണ്. കാരണം പച്ചമുളകിൻ്റെ എരിവാണ് ഇതിൽ പ്രധാനമായിട്ടും ഉണ്ടാകുക കേട്ടോ. ഈ പൊടികളൊക്കെ ഒന്ന് മൂക്കുന്ന വരെ ഒന്ന് ഇളക്കുക.
പൊടികൾ മൂത്ത് വരുന്നതോട് കൂടിയിട്ട് ആദ്യം വേണ്ടത് ഒരു ഇതള വേപ്പില ഇതിനകത്തേക്ക് ചേർക്കും. എന്നിട്ട് അതിനുശേഷം നേരത്തെ പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പരിപ്പും കായും നമ്മൾ നേരത്തെ പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിട്ട് പ്രത്യേകിച്ചൊന്നും ചേർക്കൊന്നും ചെയ്തിട്ടില്ല. വെറുതെ വെള്ളമൊഴിച്ച് പ്രഷർ കുക്ക് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പയറും അതുപോലെ ഒരു 2 കായ, അത് ചെറിയ വെള്ളമുണ്ട്, ആ വെള്ളത്തോട് കൂടിയിട്ട് ഒഴിക്കുക. ഇതിൽ ഉപ്പോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല. വെറുതെ പരിപ്പും അതുപോലെ തന്നെ കായും കൂടിയിട്ട് വെള്ളത്തിൽ മൂപ്പിച്ചാൽ കേട്ടോ. പ്രഷർ കുക്ക് ചെയ്തതാണ്, അത് ഇതിനകത്തേക്ക് ഒഴിക്കുക. ഇതൊന്ന് ഇളക്കാം. ആ പൊടിയൊക്കെ ഇതിനകത്ത് ചേരണം. ഇതിനകത്ത് വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളപ്പൊടി ഒഴിച്ചു, കൂടുതൽ വേണ്ട. ഇതിലേക്ക് ഒരു തക്കാളി ഇങ്ങനെ പിന്തളിയൊന്നും വേണ്ട കേട്ടോ. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കുക, എന്നിട്ട് അടച്ചു വയ്ക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കാം. കുറച്ചുകൂടി ഉപ്പ് വേണം. എന്നൊരു സ്പൂൺ ഉപ്പ് കൂടി ഉണ്ട് കേട്ടോ. അതൊന്ന് തിളച്ചു വരണം. അടച്ചു. വെള്ളമൊക്കെ ഒന്ന് തിളച്ചു ഉണങ്ങി. ആ സമയത്ത് ഒന്ന് കുറുകി വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ടാവും. തിളയ്ക്കും തോറും അത് കുറുകി വരും. അങ്ങനെ തിളച്ച് ഒരു കുറുകി വന്നിട്ടുള്ളതിലേക്ക് നമ്മൾ ഒരു 1/4 മുറി തേങ്ങ, മഞ്ഞൾ 1/2 സ്പൂൺ മഞ്ഞൾ, 1/2 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ ജീരകം, ഇത്രയും ചേർത്ത് അരച്ചിട്ടുള്ളതാണ്. അത് ഇതിനകത്തേക്ക് ചേർക്കാം. മിക്സിയുടെ ജാറ് വെള്ളം കൊണ്ട് കഴുകിയൊന്ന് ആ വെള്ളമടക്കം ഒഴിക്കുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും. അതൊഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക. ഈ തേങ്ങ അരച്ചൊഴിച്ച ശേഷം അധികം ഇത് തിളപ്പിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. തിള വന്ന് തുടങ്ങിയാൽ ഇത് നിർത്താം. കാരണം ഓൾറെഡി നല്ല കൊഴുത്ത കറിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ തിളപ്പിക്കാനോ ഇതിനോ നിൽക്കരുത്.
ഒന്ന് ഇളക്കുക. തിള വന്നു തുടങ്ങിയാൽ അടച്ചു വെച്ചിട്ട് തീ ഓഫ് ചെയ്യും. നോർമലി നിങ്ങൾ ഈ ഇളക്കൽ നിൽക്കുമ്പോൾ തന്നെ തിള വന്നു തുടങ്ങും. നിങ്ങളൊന്ന് ഉപ്പ് നോക്കാം. ഉപ്പ് കുറച്ചുകൂടി വേണം. തേങ്ങ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ഉപ്പ് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചേർക്കാം. ഒരു 1/2 സ്പൂൺ കൂടി ഉപ്പ് നമുക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. തിളവിനെ പൊട്ടി വരുന്നതൊക്കെ കാണാം. ചെറിയ തോതിൽ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇത് അടച്ചു വയ്ക്കുക. ഇതിലേക്ക് ഇനി ചെറിയൊരു താളിപ്പൊടി ചേർക്കാനുണ്ട്. തീ നിങ്ങൾ ഓഫ് ചെയ്യും. ഇത് കൂടുതൽ തിളപ്പിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. തിള വന്നും തുടങ്ങിയാൽ അത് ഓഫ് ചെയ്യുക. കൂടുതൽ തിളപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ തേങ്ങ ചേർത്തിട്ടുള്ള വേറൊരു ടേസ്റ്റായിട്ട് മാറും. ഇനി ഇതിലേക്ക് താളിപ്പാണ്. താളിപ്പൊടി ചെയ്യുക. താളിക്കാനാണ് നമ്മൾ താളിക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ചു. അതിലേക്ക് ആദ്യമായിട്ട് 1 സ്പൂൺ കടുക്, കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 3-4 വറ്റൽമുളകും കുറച്ച് വേപ്പിലയും ഇട്ടണം. വേപ്പിലയും ഇട്ട് കൊടുക്കുക. ഒന്ന് ചൂടാക്കുക. എന്നിട്ട് ഈ താളിപ്പ് നമ്മളുണ്ടാക്കി കൂട്ടാനായിട്ട് ഒഴിച്ചു. പതിവിന് വിപരീതമായിട്ട് നിങ്ങളിത് ഒഴിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതൊന്ന് ഇളക്കാം. കാരണം ഇപ്പം തന്നെ അത് കൊഴുക്കാൻ തുടങ്ങി. അപ്പം നിങ്ങൾ ഇത് ഇളക്കാൻ കുറച്ച് സമയം വൈകി കഴിഞ്ഞാൽ ഇത് ഉദ്ദേശിച്ച പോലെ നിങ്ങൾക്ക് ഇളക്കാനോ ചേർക്കാനോ പറ്റില്ല. അപ്പം തന്നെ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കും. സാധാരണ ഞാൻ എല്ലാ താളിപ്പിലും പറയുന്ന കാര്യമാണ്, താളിപ്പിട്ട് കഴിഞ്ഞാൽ അല്പം കഴിഞ്ഞ് ഇളക്കാവൂ എന്നുള്ളത്. ഇവിടെ നിങ്ങളോട് ഇളക്കുക. ഇത്രയുമാണ് കറി.